ഉണ്ട്. ഹലോ ഗായ്സ്, വെൽക്കം ടു ദ വീഡിയോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നെയ്ച്ചോറും അതിലേക്ക് കോമ്പിനേഷനായിട്ട് ബീഫ് കറിയുമാണ്. ആദ്യം പാൻ അടുപ്പത്ത് വെച്ച് ചൂടായ ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ, അതിലേക്ക് സ്പൈസസ് ആയ പട്ട, ഏലക്ക, ഗ്രാമ്പു ഇട്ടൊന്ന് ചൂടായ ശേഷം 3 വലിയുള്ളി നൈസായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഉള്ളി ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതും 2 പച്ചമുളക് നടുകീറിയതും ഇട്ട് കൊടുക്കുക. പിന്നെ 3 തക്കാളി കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി മൂടി വെക്കുക. അതിലേക്ക് നല്ല വഴന്നു വന്നതിന് ശേഷം 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. എരിവ് നല്ല ആവശ്യമുള്ളവരാണെങ്കിൽ മറ്റേ സാദാ മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ശേഷം ഉപ്പും മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇട്ട് വേവിച്ച ബീഫ് അതിൻ്റെ വെള്ളത്തോട് കൂടി ഒഴിച്ചു കൊടുക്കുക. ഇത് പാനിലേക്ക് മാറ്റിയതിന് ശേഷം ഉപ്പോ എരിവോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് കുരുമുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ മൂടി വെച്ചൊന്ന് വേവിക്കുക. അതിന് ശേഷം മൂടി തുറന്നിട്ട് എന്ത് ചെയ്യുക, കറിവേപ്പിൻ്റെ ഇലയും ചപ്പുപൊതിനയും കുറച്ചിട്ട് കൊടുക്കുക. കറി ഇവിടെ കുറച്ച് നേരം ചെറിയ തീയിൽ വെക്കുക. നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കുക. പാത്രം വെക്കുക, നെയ്യിടുക, സ്പൈസസ് ഇട്ട് ഏലക്ക, പട്ട, ഗ്രാമ്പൂ ഇട്ട് കൊടുത്ത് 1 സവാള നൈസായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് സോട്ട് ചെയ്യുക. സോട്ട് ചെയ്ത് ഞാനിവിടെ വെള്ളം എടുത്തിരിക്കുന്നത് 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം. അതിലോട്ട് 30 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ച നമ്മൾ റൈസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാതും ഒന്ന് മിക്സ് ആവണം പോലെ ഒന്ന് ഇളക്കി റെഡിയാക്കി കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ സുർക്ക കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. റൈസ് തമ്മിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ചെറുതീയിൽ അടച്ച്